അമേരിക്കയുടെ ഉപരോധത്തിനിടെ ചൈനയുമായി ചേർന്നുകൊണ്ട് ഇറാൻ ഒരു വൻ നീക്കം നടത്തിയിരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഇറാൻ നടത്തിയ ഈ വൻ നീക്കം എന്താണ്? ഇത് ഏതെങ്കിലും നിലയിൽ യുദ്ധത്തിനെ ഏതൊക്കെ നിലയിൽ ബാധിക്കാനാണ് സാധ്യത? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പം ഞാൻ ആദ്യം അതിന്റെ ഉത്തരം നൽകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും. കാരണം അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും ഇറാനെ ഉപരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു നോട്ടത്തിൽ അമേരിക്കയ്ക്ക് ഇറാനെ ഒരു സ്വല്പം പേടിയുണ്ട്, അതോ ആശങ്കയുണ്ടോ എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിൽ പോലും അമേരിക്ക ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് പല രാജ്യങ്ങളെ വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഇന്ത്യക്ക് പോലും 2019 മുതൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി ഇന്ത്യ. കാര്യം അപ്പോഴും ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് 2019 മുതൽ. അതുകൊണ്ട് തന്നെയാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി. അപ്പം അതെന്തുകൊണ്ടാണ് നമ്മളത് നിർത്താതെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഇന്ത്യൻ ബാങ്കുകൾക്കും കമ്പനികൾക്കും ഒക്കെ അമേരിക്ക സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും എന്ന് അമേരിക്കയുടെ ഒരു വാണിംഗ് തന്ന പോലെ നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയത്. അതേപോലെ തന്നെ പല രാജ്യങ്ങളോടും അമേരിക്ക നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ രാജ്യങ്ങളെയും ഉപരോധത്തിലാക്കിയിരുന്നു. പക്ഷെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഈ എണ്ണ വാങ്ങിക്കഴിഞ്ഞു. ഇറാൻ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പം ഇറാന് ഒരുപാട് എണ്ണ പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇറാന്റെ സാമ്പത്തികം കൂടും. അതായത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും പീക്കായിട്ട് വരികയും അതുകൊണ്ട് തന്നെ ഇറാന് ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു പണം ഉപയോഗിച്ചിട്ട് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കും എന്ന്. അതായത് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ഒക്കെ ഇറാനിലാണല്ലോ ഉള്ളത്. അപ്പം ഇറാൻ അത് അപകടകരമായ വിധം ഈ ആണവായുധം നിർമ്മിക്കുമെന്നും ആ ആണവായുധം കൊണ്ട് തന്നെ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നും അമേരിക്ക പേടിക്കുന്നു. പക്ഷെ ഇറാൻ അതിനെ തള്ളിക്കളയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇറാൻ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും അമേരിക്ക പറയുന്നത് ഒരു കണക്കിന് അല്ലെങ്കിൽ ഒരു 50% എബോ നമുക്കത് വിശ്വസിക്കാം. കാര്യം ഇറാന്റെ ഈ ആണവായുധീകരണ പ്ലാന്റ്, അതായത് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ഒക്കെ ഇറാൻ വളരെ രഹസ്യമായിട്ടുള്ള ഒരു സങ്കേതത്തിലാണ് ഈ വെച്ചിരിക്കുന്നത്. അത് ഇറാന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് തന്നെ ഈ പാറക്കെട്ടുകൾക്കുള്ളില് വലിയ തുരങ്കം ഉണ്ടാക്കി അവിടെയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ ഇറാനിന്റെ പണം അല്ലെങ്കിൽ ഇറാൻ ദരിദ്ര രാജ്യമായിട്ട് വന്നാൽ മാത്രമേ ഇറാൻ ഇങ്ങനെ ആണവായുധം നിർമ്മിക്കാതിരിക്കുകയുള്ളൂ എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് ഒരു രാജ്യവും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനിടെയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായി കാണുമായിരിക്കും. കാര്യം ഈ വരുന്ന റിപ്പോർട്ടുകൾ, ഈ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരമാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നതൊക്കെ. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ അമേരിക്ക ഈ ഉപരോധത്തിന് സ്വല്പം ഒരു ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്ത് ഇറാൻ എന്ത് ചെയ്തെന്ന് നോക്കിയാൽ ഇറാന്റെ എണ്ണ, ഒരുപാട് എണ്ണയുണ്ട്, എത്രയോ 5 മുതൽ 6 ബില്യൺ ഡോളർ മൂല്യമുള്ള ഏകദേശം 70 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് അതിവേഗത്തിൽ കയറ്റുമതി ചെയ്തത്. അത് എവിടേക്കാണ് കയറ്റുമതി ചെയ്തതെന്ന് ചോദിച്ചാൽ ചൈന. ചൈനയും ഇറാനും തമ്മിൽ എപ്പോഴും ഒരു ടൈപ്പായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാരും ചൈന ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ട്. അത് ചൈനയ്ക്ക് കുറച്ച് കിഴിവ് കൊടുക്കുന്നുമുണ്ട്. എണ്ണയ്ക്ക് അത്രയും രൂപയൊന്നും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന പോലെ അത്രയും രൂപ ചൈനയ്ക്ക് കുറച്ച് കിഴിവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ചൈനയിലേക്ക് ഈ ഒരു ചെറിയ ഒരു ഗ്യാപ്പിനിടയിൽ ഇറാൻ എത്രയധികം 5 മുതൽ 6 ബില്യൺ ഡോളർ മൂല്യമുള്ള എണ്ണ കയറ്റുമതി ചെയ്തെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് എത്രമാത്രം ഇത് യാഥാർത്ഥ്യമാണോ അതോ ഇത് ഫാക്റ്റ് ആണോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് ഈ പുറത്തു വരുന്ന ന്യൂസുകൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ ഈ വമ്പൻ നീക്കം നടക്കുന്നു എന്ന് പറഞ്ഞത്. അമേരിക്കയുടെ ഉപരോധത്തിനിടയിൽ ഇറാന്റെ ഒരു വമ്പൻ നീക്കം നടക്കുന്നു എന്നൊരു ന്യൂസ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ഒരു ധാരണ, ഇപ്പൊ ഏകദേശം അമേരിക്ക ഇറാനും തമ്മിലുള്ള ഒരു ധാരണയെ തുടർന്ന് ഏതാനും ആഴ്ചകളോളമാണ് ഈ ഉപരോധം ഉണ്ടായിരുന്നത്. ആ ഉപരോധത്തിന്റെ സമയത്താണ് ഈ കയറ്റുമതി ചെയ്തത്. അതിലും രസം, ഈ കയറ്റുമതി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടാക്ട്ഫുള്ളിയാണ് ഇറാൻ അത് ഡീൽ ചെയ്തെന്ന് വേണം പറയാൻ. കാര്യം ഇതാരും അറിഞ്ഞിട്ടില്ല. ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, ഷാഡോ ഫ്ലീറ്റ് എന്നാണ് പറയുന്നത്. അതായത് പഴയ ടാങ്കറുകൾ ഉപയോഗിച്ച്
അതേപോലെ ഇപ്പം ഇത് സാധാരണ നമ്മൾ ഒരു കപ്പലിൽ എണ്ണ കൊണ്ടുപോകുമ്പോൾ അത് കപ്പൽ എവിടെയാണ്, എവിടെ നിന്നാണ് അത് പുറപ്പെടുന്നത്, കടലിലൊക്കെ എത്തുമ്പോഴത്തേക്ക് അതെങ്ങനെ അറിയാനുള്ള സംവിധാനം, എവിടെ വരെ എത്തി, ഇതൊക്കെ നമുക്ക് കരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ AIS ട്രാക്കിംഗ്, AIS എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഇവർ ഓഫ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ AIS ട്രാക്കിംഗ് ഓഫ് ചെയ്തിട്ട് വേണം ഇവര് കപ്പലിലൂടെ ഈ പഴയ ടാങ്കറുകൾ ഉപയോഗിച്ച് ഈ എണ്ണ കൊണ്ടുപോയത്. അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് കടലിൽ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മറ്റൊരു കപ്പലിലേക്ക് എണ്ണ മാറ്റിയിട്ട് ചരക്കിന്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്ന് മനസ്സിലാക്കാതെ ഇവര് പതുക്കെ അവിടെ നിന്ന് മലേഷ്യ, ഞാൻ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് എവിടെയാണെന്ന്, ഏതാണ്ട് ആ രണ്ടാമത്തെ കപ്പല് മലേഷ്യ ഒമാൻ ഉൾക്കടലിന്റെ ഭാഗത്ത് നിന്ന് വന്ന പോലെ എന്നിട്ട് യാത്ര തുടരുക. അങ്ങനെ വരുമ്പോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല. ഇത് AIS ട്രാക്കിംഗ് സിസ്റ്റം ഇവർ ഓഫ് ചെയ്തു. ഇങ്ങനെ ഈ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്ന് പറയും. കാര്യം ഒന്ന് ടാങ്കറുകൾ വഴി ഇവർ കൊണ്ടുപോയി ഇറാനിലെ ഖാർദ് ദ്വീപ് പോലുള്ള തുറമുഖങ്ങളിൽ നിന്നാണ് ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ ആയി. ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ഒരു ടാങ്കറിൽ നിന്ന് മറ്റൊരു ടാങ്കറിലേക്ക് എണ്ണ മാറ്റി ആ രണ്ടാമത്തെ കപ്പൽ ഈ മലേഷ്യ ഒമാൻ ഉൾക്കടലിന്റെ ഭാഗത്ത് നിന്ന് വന്ന പോലെ യാത്ര തുടർന്നു. അങ്ങനെ സ്വകാര്യ ചൈനയുടെ മെയിൻ റിഫൈനറികളല്ല, സ്വകാര്യ റിഫൈനറികളിൽ അവിടേക്കാണ് ഈ എണ്ണ എത്തിച്ചു കഴിഞ്ഞ് ഈ ഓയിൽ മുഴുവൻ, ഈ ബാരൽ ക്രൂഡ് ഓയിൽ മുഴുവൻ അവിടെ എത്തിച്ചിട്ട് ഇറാന് പണം വാങ്ങി എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന തെളിവുകൾ. അപ്പൊ എന്തിനാണ് ഈ ഇടയ്ക്കുള്ള ഈ ഉപരോധത്തിന് ഇളവ് പ്രഖ്യാപിച്ച ആ സമയത്ത് ഇറാൻ ഇങ്ങനത്തെ ഉള്ള കാര്യം ചെയ്തു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇറാൻ അറിയാം യുദ്ധം നിൽക്കില്ല. അപ്പൊ യുദ്ധത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള പണം വേണം. ആ പണം വേണം, രാജ്യത്തെ നേരെ കൊണ്ടുവരണം, രാജ്യത്തുള്ള നശിപ്പിച്ച സംഭവങ്ങളൊക്കെ കറക്റ്റ് വീണ്ടും പഴയപടിയാക്കണം. അതിനൊക്കെ പണം ആവശ്യമാണ്, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പണം ഇങ്ങനെയാണ് ഇറാൻ സ്വരൂപിച്ചത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷെ കറക്റ്റ് ആണോ, അതിന്റെ 100% ഫാക്റ്റ് ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ വരുന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, CNN പോലുള്ള മാധ്യമങ്ങളിലൂടെ വരുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഈ പറയുന്നത്. അപ്പം ഇത് ഇപ്പം കറക്റ്റ് വന്നത് ഇത് എവിടെയാന്ന് വെച്ചാൽ വാൾ സ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഒരു കാര്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇറാനെ സംബന്ധിച്ച് ഇറാന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% ചൈനയിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത്, ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് ചൈനയിലേക്ക് പോലും ക്രൂഡ് ഓയിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു ഇളവ് വന്നപ്പോഴത്തേക്ക് ചാടി അങ്ങോട്ട് എത്തിക്കുകയും ഒക്കെ ചെയ്തതു എന്ന് പറയുന്നത്. അങ്ങനെ ഈ അവസരമാണ് ഇറാൻ പരമാവധി പ്രയോജനപ്പെടുത്തിയത്. അതായത് ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 20ഓളം ഓയിൽ ടാങ്കറുകൾ ഉപയോഗിച്ച് 70 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യങ്ങളിലേക്ക് അയച്ചു. ഈ ചരക്കുകളുടെ അവസാനം ചൈനയിലെ റിഫൈനറികളായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് വ്യവസായ മേഖലയെ ഒന്ന് ഊർജിതപ്പെടുത്താനും ഉയർന്ന ഊർജ ആവശ്യത്തിനും അതേപോലെ ഇറാനുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു സാമ്പത്തിക ബന്ധം ചൈനയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ചൈന ഇറാന്റെ ആവശ്യം കണ്ടറിഞ്ഞ് ഇറാനെ സഹായിച്ചു എന്ന് തന്നെ വേണം നമുക്ക് ഇതിനകത്തൊന്ന് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഉപരോധത്തിനകത്ത് ഇത്രയധികം വളരെ സീരിയസ് ആയിട്ട് അമേരിക്ക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയതും അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇളവ് പ്രഖ്യാപിച്ചതും ആ പ്രഖ്യാപനത്തിൽ എങ്ങനെ ഇറാൻ ഇത് ചെയ്തു എന്ന് വെച്ചാൽ, ഇറാൻ നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രില്യന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം തന്നെയാണ്. അവർക്കറിയാം, അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിനാണെങ്കിലും അമേരിക്കയായിട്ട് ഇത്രയധികം എതിരിടാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോഴും നോക്കൂ, ഇറാൻ യുദ്ധം നിർത്തുന്നില്ല. ഇറാൻ ചൈനയായിട്ട് ടൈപ്പ് ആവുന്നു, ഇറാൻ റഷ്യയായിട്ട് ടൈപ്പ് ആവുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും ഇറാൻ മറ്റു പല രാജ്യങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും അമേരിക്കയെ തകർക്കണം എന്നുള്ള ഒരു വിശ്വാസം തന്നെ, അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെയാണ് ഇറാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അപ്പം ഈ ചോദ്യം ചോദിച്ചതിൽ നിന്ന് ഇപ്പം ഇറാൻ ഈ വമ്പൻ നീക്കം നടത്തി എന്ന് പറയുന്നത് ശരി തന്നെയാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ എണ്ണ കയറ്റുമതിയാണ് ചെയ്തത്, ചൈനയിലേക്കാണ് കയറ്റുമതി ചെയ്തത്. ഇത്രയും 70 ദശലക്ഷം ഇത്രയധികം ക്രൂഡ് ഓയിലാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. അതിന് ഇറാന് അത്രയധികം പണം കിട്ടുകയും ചെയ്തു. ഇറാന്റെ യുദ്ധത്തിന് ആവശ്യമുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മുൻകരുതൽ.
യെസ്, അതാണ്. എന്തായാലും ഇറാൻ ചൈനയുമായി ചേർന്ന് നടത്തിയ മാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള 70 ദശലക്ഷത്തോളം വരുന്ന ഒരു ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി, അതോടുകൂടി ലോകം മുഴുവൻ ഞെട്ടലിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം വലിയൊരു തുക തന്നെ സമാഹരിക്കാൻ ഇതുവഴി ഇറാന് സാധിച്ചിരിക്കുന്നു എന്നതാണ്. യുദ്ധം ഇനി ഏത് നിലയിലേക്ക് എത്തുമെന്നും കണ്ടറിയേണ്ടതാണ്. അമേരിക്കയ്ക്ക് ഏൽക്കാവുന്ന ചെറിയ ചില തിരിച്ചടികളിൽ ഒന്നുകൂടിയാണ് ഇത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഇറാനും ചൈനയും നടത്തിയ വൻ നീക്കം തന്നെയാണിതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു മാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.